സതീശ എന്താ ഫുർക്ക? എടോ നമ്മളെ മോനൊരു ബുക്ക് വേണമെന്ന് പറഞ്ഞിനി. എന്താ? ആട് ജീവിതം. അതിവിടെ ഉണ്ടല്ലോ, ഞാൻ തരാം. പടച്ചോനെ രക്ഷപ്പെട്ട്. ഈ ആട് ജീവിതം തെരഞ്ഞ് നമ്മൾ എവിടെ കലഞ്ഞെന്നറിയോ? ആട്ടിറച്ചി വിൽക്കണ പക്കറിന്റെ വീട്ടിലാണ് നമ്മൾ ആദ്യം പോയത്. കിട്ടിയില്ല. പിന്നെ ആട്ടും പാല് വെക്കുന്ന കദീസാന്റെ വീട്ടിൽ പോയി. കിട്ടിയില്ല. എന്റെ ഗഫൂർക്ക, ഈ പുസ്തകം അവിടെ എങ്ങും കിട്ടൂല. എന്താ അപ്പൊ ആടുജീവിതത്തിന്റെ ആവശ്യം? ഒന്നുമില്ല. നമ്മളെ മോൻ പഠിപ്പില് ലേശം മോശമാണല്ലോ. അതുകൊണ്ട് നമ്മളവന ആട് കൃഷിക്ക് വിടാൻ പോവുകയാണ്. സംഗതി നല്ല ഏർപ്പാടാണെങ്കിലും അതിനെക്കുറിച്ച് മുൻകൂട്ടി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു വെക്കണ നല്ലതാണല്ലോ. അതാണ് ഈ ആട് ജീവിതം. ബെസ്റ്റ്. ബാപ്പയും കൊള്ളാം, മോനും കൊള്ളാം. ഹലോ, അതെ സതീശനാണ്. ഓക്കെ, ഇപ്പൊ വരാം. അതെ ഗഫൂർക്ക, കുറച്ച് പുസ്തകം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഞാനത് എടുത്തിട്ട് വരാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അതെ, ചെമ്മീനുണ്ടോ? ചെമ്മീനോ? ഇതെന്താണ്, മീൻ മാർക്കറ്റോ? ഈ ആളെ കളിയാക്കാണ്? അയ്യോ, കളിയാക്കിയതല്ല. ഇവിടെ ചെമ്മീനുണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ. ഞാനിവിടെ ഇന്നലെയാ വാടകയ്ക്ക് താമസം തുടങ്ങിയതേ. വാടകക്കാർക്ക് വകതിരിവ് പാടില്ലാന്നുണ്ടോ? സ്ഥലം വിട്. മീനില്ലേ? ചേടാ, ഇയാളെ കൊണ്ട് വല്ലാത്ത പല്ലാപ്പായല്ലോ. നമ്മള് മലയാളത്തിലല്ലേ പറഞ്ഞത്, ഇനി ഹിന്ദി പറയണോ? ഭയ്യ മീൻ മാർക്കറ്റ് നഹീ ഹൈ. നല്ല വട്ടാണെന്ന് തോന്നുന്നു. ഇയാളോടാണോ ദൈവമേ ഞാൻ ചെമ്മീൻ ചോദിച്ചത്? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാ പോരെ. അവസാനായിട്ട് ചോദിക്കുക, തകഴീന്റെ ചെമ്മീൻ ഉണ്ടോ ചേട്ടാ? ഇല്ല, തകഴീന്റെ ചെമ്മീനില്ല. കാതർകുട്ടിന്റെ സ്രാവും തെരണ്ടിയുണ്ട്. എന്താ എടുക്കട്ടെ? കൊണ്ടുപോയി മിണുങ്ങ് സൈത്താനെ.